കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഹോക്കി സ്റ്റിക്കുകൊണ്ട് മർദ്ദിച്ചെന്നും പീഡന ദൃശ്യങ്ങൾ പകർത്തി ഓൺലൈനായി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നും അതിജീവിതയുടെ വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നു. ആനന്ദ്, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിജീവിതയായ പെൺകുട്ടിയിൽ നിന്ന്. എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ഈ കേസ് ഏത് തരത്തിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ലക്ഷ്മി, തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ 24-കാരിയായ നിയമ വിദ്യാർത്ഥിയായ പെൺകുട്ടി അവരുടെ നീതിക്ക് വേണ്ടിയുള്ളൊരു നിലപാടിൻ്റെ വിശദാംശങ്ങളാണ് ശരിക്കും നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരോട് പറയേണ്ടതെന്ന് തോന്നുന്നു. കാരണം ബലാത്സംഗത്തിനും ശരീരത്തിനേറ്റ ക്ഷതങ്ങളെക്കാളും ഏറെ അവരെ മാനസികമായി തളർത്തിയത് ഇവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളും അവർ ഈ കുടുംബത്തിനെ തന്നെ ഇല്ലാതാക്കുമെന്ന അടക്കമുള്ള ഭീഷണിയും കാലു പിടിച്ച് അപേക്ഷിച്ചിട്ടും തന്നെ പോകാൻ അനുവദിക്കാതിരുന്ന തരത്തിലുള്ള മാനസികമായ ടോർച്ചറിങ്ങും. അതുകൊണ്ട് തന്നെ നിയമ വിദ്യാർത്ഥിയായ താൻ ഇന്നൊരു ഇരയാണെന്നും തനിക്ക് നിർബന്ധമായും നീതി ലഭിക്കണമെന്നുമുള്ള ആ പെൺകുട്ടിയുടെ നിലപാടാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. ബലാത്കാരമായി തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ബലം പ്രയോഗിച്ച് തിരിച്ചടിക്കാൻ ശ്രമിച്ചു. ആ ഘട്ടത്തിൽ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് തൻ്റെ തലയ്ക്ക് അടിക്കുകയും മാരകമായ പരിക്കുകൾ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ ഈ മനോജിത് ശർമ്മ എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ യുവ നേതാവായിട്ടുള്ള വ്യക്തിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നത് ഇത് രാഷ്ട്രീയമായ പകപോക്കലിന് വേണ്ടിയുള്ള ഒരു കേസ് മാത്രമാണ്, കെട്ടിച്ചമച്ചപ്പെട്ട കേസ് മാത്രമാണെന്നാണ്. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പെൺകുട്ടി പോലീസിന് കൊടുത്ത മൊഴിയുടെ എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിശദാംശമാണ് ആശുപത്രിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ദേഹമാസകലം നഖക്ഷതങ്ങളുടെയും അതുപോലെ കടിച്ചതിൻ്റെയും മാരകമായി പരിക്കേൽപ്പിച്ചതിൻ്റെയും പാടുകളുണ്ട്. ഈ 3 ആളുകളും ഗാർഡ് റൂമിൻ്റെ സൗത്ത് ലോ കോളേജിൻ്റെ ഗാർഡ് റൂമിലേക്ക് തന്നെ കയറ്റി അവിടെ പൂട്ടിയിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. ഒരാൾ പീഡിപ്പിക്കുമ്പോൾ മറ്റേ ആളുകൾ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. തനിക്കൊരു പ്രണയമുണ്ടെന്നും ആ പ്രണയത്തിനെ കണക്കിലെടുത്തെങ്കിലും തന്നെ വെറുതെ വിടണമെന്നും ഒക്കെ ആ പെൺകുട്ടി വളരെ ദയനീയമായി ഇവരുടെ കാല് പിടിക്കുമ്പോൾ എല്ലാവരെയും കൊന്നുകളയും, ഇനിയും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങൾ വിളിച്ചാൽ വരണം, ഇല്ലെങ്കിൽ ഈ വീഡിയോ പരസ്യമായി പുറത്തേക്ക് വിടും എന്ന തരത്തിലുള്ള വലിയ ഭീഷണികൾ. ഈ ഭീഷണികളെ ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് പോലീസിന് മുന്നിൽ ഈ പെൺകുട്ടി ഇപ്പോൾ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ താനൊരു നിയമ വിദ്യാർത്ഥിയാണ്, താനിന്നൊരു ഇരയാണ്, തനിക്ക് നീതി ലഭിച്ചേ മതിയാകൂ എന്ന ഉറച്ച നിലപാടിലാണ് പെൺകുട്ടി. അത്തരം വിശദാംശങ്ങളാണ് നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒപ്പം മറ്റൊരു ഭാഗത്ത് മമതാ ബാനർജി സർക്കാരിനെതിരെ നേരത്തെ RJ മെഡിക്കൽ കോളേജിൽ ഉണ്ടായതിന് സമാനമായൊരു കൂട്ട ബലാത്സംഗമാണ്. 10 മാസം മാത്രമേ ആകുന്നുള്ളൂ. അത്തരം സമാനമായ സംഭവങ്ങൾ കൊൽക്കത്തയിൽ ആവർത്തിക്കുമ്പോൾ മമതാ ബാനർജി സർക്കാരിന് കീഴിൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയില്ല എന്ന നിലയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും ശക്തമായിട്ടുണ്ട് കൊൽക്കത്തയിൽ. തീർച്ചയായും മമത മറുപടി പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അത്യന്തം ക്രൂരമായ ഒരു പീഡനമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്.